ഹലോ ഗെയ്സ്, ബിഗ് വിഷൻ മീഡിയയുടെ ബിഗ് ബോസ് ചാറ്റിലേക്ക് സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ 7 ചലിച്ചു തുടങ്ങിയിരിക്കുന്നു. അതെ, ഹൗസിൽ എല്ലാവരും പെർഫോം ചെയ്തു തുടങ്ങി. ഇന്നലത്തെ പ്രൊമോയിൽ തന്നെ അടിയും എന്തൊക്കെയോ. നമുക്ക് നോക്കാം ആര് വീഴും ആര് വാഴുമെന്ന്. എന്നാൽ ഞാനിപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നത് രേണുസുധിയെക്കുറിച്ചാണ്. രേണുസുധി പേഴ്സണലി എനിക്കിഷ്ടമുള്ളൊരു വ്യക്തിയാണ്. കാരണം അവർ നെഗറ്റീവ് റീച്ചാണ് സോഷ്യൽ മീഡിയയിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ തന്നെ ഒരു വ്യക്തി എന്ന നിലയിൽ അവർക്ക് അവരുടെ ജീവിതത്തിലുണ്ടായ പ്രതിസന്ധിയിൽ എങ്ങനെ അതിനെ തരണം ചെയ്ത് മുൻപോട്ട് പോകണം എന്ന് അവർക്ക് നന്നായി അറിയാം. അവർ ഇത്രയും നെഗറ്റീവ് ഏറ്റുവാങ്ങിയിട്ടും വളരെ തൻ്റേട്ടത്തോടുകൂടി താൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ ചെയ്ത് മുൻപോട്ട് പോകുന്നു. എന്നാൽ എല്ലാവർക്കും എൻ്റെ അഭിപ്രായം ആവണമെന്നില്ല, അത് ശരിയാണ്. എന്നാൽ BBയിൽ എൻ്റർ ചെയ്യുന്നതിന് മുൻപ് തന്നെ നെഗറ്റീവ് റിവ്യൂസും ട്രോൾസും ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കാൻ രേണുസുധി നമ്മളോടെല്ലാം എന്ത് ചെയ്തു? അതെ, അവർക്ക് നേരത്തെ തന്നെ സോഷ്യൽ മീഡിയ നെഗറ്റീവ് ഉണ്ടായിരുന്നു എന്നത് സത്യം തന്നെ. എന്നാലും ബിഗ് ബോസ് പോലൊരു ഷോയിലേക്ക് അവർ എത്തപ്പെടുമ്പോൾ നെഗറ്റീവ് പറഞ്ഞ് അവരെ ഇങ്ങനെ വലിച്ചു കയറാൻ അവരെന്ത് തെറ്റാണ് എല്ലാവരോടും ചെയ്തത്? ഞങ്ങൾക്കൊരു ഇരയെ കിട്ടി എന്ന മട്ടിലാണ് ചില യൂട്യൂബേഴ്സ് വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നത്. കാണുമ്പോൾ ചിരിയാണ് വരുന്നത്. രേണുവിനെ ബിഗ് ബോസിൽ കയറുന്നതിന് മുമ്പേ ബോസ് എടുത്ത് വെളിയിൽ കളഞ്ഞു. രേണു സുധിച്ചേട്ടനെയും കൊണ്ടാണ് എനിക്ക് അറിഞ്ഞുകൂടാ. തമ്പനയിലൊന്നും അതുപോലെ തന്നെ ഞാൻ പറയുന്നില്ല, നിങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും അവർക്ക് മാക്സിമം റീച്ച് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്, അത് സത്യം തന്നെ. ഇനി ഈ നെഗറ്റീവ് റീച്ചൊക്കെ പോസിറ്റീവിലേക്ക് കൊണ്ടുപോകാൻ രേണുവിന് സാധിച്ചാൽ സൂപ്പറായിരിക്കും. അങ്ങനെ നെഗറ്റീവായി ഹൗസിൽ കയറിയവർ കപ്പുമായി പുറത്തേക്ക് വന്ന ചരിത്രങ്ങൾ പലതുണ്ട് മലയാളം ബിഗ് ബോസിൽ. പക്ഷേ ഇത്രയും നെഗറ്റീവ് ഏറ്റുവാങ്ങിയ ഒരു വ്യക്തി ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് സംശയമാണ്. ഷോയ്ക്ക് ശേഷം നെഗറ്റീവ് ആക്കപ്പെട്ടവരും നെഗറ്റീവ് റീച്ചിലേക്ക് എത്തപ്പെട്ടവരും ഒരുപാട് പേരുണ്ട്. പക്ഷേ ബുള്ളിങ് ഏറ്റുവാങ്ങിയവരും ഒരുപാട് പേരുണ്ട്. പക്ഷേ ഒരു കാര്യവുമില്ലാതെ ഒരു ഷോയിലേക്ക് എൻ്റർ ചെയ്ത് അവരുടെ ഗെയിം എന്താണെന്ന് കാണുക പോലും ചെയ്യുന്നതിന് മുമ്പ് തന്നെ നെഗറ്റീവായിട്ട് ബുള്ളി ചെയ്ത് അവരെ ഇല്ലാതങ്ങ് ആക്കി കളയാമെന്നുള്ള രീതിയിലാണ്. അവരൊരു ഗെയിമറാണോ എങ്കിൽ പോലും അത് ഞങ്ങൾ അംഗീകരിക്കില്ല, ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന മട്ടിലാണ് ചിലരും ഇപ്പോഴേ വടിയുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. എൻ്റെ അഭിപ്രായത്തിൽ അവരുടെ പുറമേയുള്ള പ്രവൃത്തിയുടെ പേരിൽ എന്തെങ്കിലും ഇഷ്ടം കേടുകൾ എല്ലാവർക്കും ഉണ്ടെങ്കിൽ തന്നെ സത്യം പറഞ്ഞാൽ അവർ നമ്മളോടെങ്കിലും എന്തെങ്കിലും ചെയ്തതായിട്ട് എനിക്കറിയില്ല. എങ്കിൽ പോലും എല്ലാവർക്കും ഒരേ ഇഷ്ടമായിരിക്കില്ലല്ലോ, ഇഷ്ടമില്ലാത്തവരുണ്ടായിരിക്കാം. പക്ഷേ അവർക്ക് ആ ഷോയിൽ പെർഫോം ചെയ്യാൻ ഒരു അവസരമാണ് നമ്മൾ കൊടുക്കേണ്ടത്. അതിൻ്റെ ഉള്ളിലുള്ള അവരുടെ ഗെയിം നോക്കി നമുക്ക് അവരെ വിലയിരുത്താം. അല്ലാതെ അവരോടുള്ള ഇഷ്ടക്കേടിൻ്റെ പേരിൽ ഇഷ്ടമില്ലാത്ത അച്ചി തൊട്ടതെല്ലാം കുറ്റമെന്ന രീതി കാണിക്കരുത്. അതിനോട് എനിക്ക് എതിർപ്പാണ്. എനിക്കത് കണ്ടിട്ട് ഒട്ടും ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണ്, എനിക്ക് സഹിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊരു വീഡിയോ ചെയ്തത്. രേണുസുധി എൻ്റെ ഫേവറേറ്റ് കണ്ടസ്റ്റൻ്റ് അല്ല. അതിൽ കയറിയ പലരും രേണുസുധിയെ പോലെ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട വ്യക്തികളാണ്. രേണുസുധിയെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടവുമാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഒരു വ്യക്തി എന്ന രീതിയിൽ ഒരു ജീവിതത്തിൽ തനിച്ചായി പോകുന്ന ഒരു പെൺകുട്ടി, അവർക്ക് നേരെ ലോകം മുഴുവൻ തിരിഞ്ഞു നിൽക്കുമ്പോഴും നല്ല തൻ്റെടത്തോടുകൂടി മുമ്പോട്ട് പോകാൻ അവർക്ക് കഴിയുകയും ഈ ഷോയിൽ എൻ്റർ ചെയ്യാൻ അവർക്ക് സാധിക്കുകയും ചെയ്തു. അതിന് കൊടുക്കേണ്ട ഒരു കയ്യടി, അതാണ് നമ്മൾ കാണിക്കേണ്ടത്. ആ വിൽ പവർ, അതാണ് നമ്മൾ കാണേണ്ടത്. അറ്റ്ലീസ്റ്റ് നമ്മളത് അംഗീകരിച്ചില്ലെങ്കിൽ കൂടി ഇതിന് മാത്രം വലിച്ചു കയറേണ്ട എന്താവശ്യമാണ്? എനിക്കറിഞ്ഞുകൂടാ. എന്തായാലും ഇത് എൻ്റെ മാത്രം അഭിപ്രായമാണ്. എൻ്റെ ഈ അഭിപ്രായത്തോടെ എത്ര പേർ യോജിക്കുന്നുണ്ടെന്നൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഗെയ്സ്? നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും കമൻറ്റ് ചെയ്യൂ. കൂടാതെ നിങ്ങൾക്ക് എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക്, ഷെയർ, ഹൈപ്പ് ആൻഡ് സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ. Thank you.